പ്പെട്ടവരെ ഒരു ബോട്ടിൽ ഇത് സങ്കല്പിച്ചത് എൻ്റെ സാധാ വാട്ടർ ബോട്ടിലാണ്. ഇതൊരു വൈനിൻ്റെ കുപ്പിയാണെന്ന് വെച്ചോ, ഇതിനുള്ളിൽ വൈനാണെന്ന് വെച്ചോ. ആ വൈനിൻ്റെ കുപ്പീൻ്റെ മേലെ ഞാൻ ഗ്രേപ്പ് ജ്യൂസും പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഈ വൈനിൻ്റെ കുപ്പി ഹലാലാവുന്നു, ഈ വൈനിൻ്റെ കുപ്പി അല്ലാതാവുന്നു? കേവലം ഒരു സ്റ്റിക്കറിൻ്റെ പേരിൽ ഇതിനുള്ളിലുള്ള സാധനം മാറും? ഇല്ലല്ലോ. അതുപോലെയാണ് നമ്മുടെ സത്യം പറയട്ടെ, ഞാൻ ഉള്ളതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള സമസ്ത വിഭാഗം സുന്നികളല്ല. സുന്നി എന്ന് പറയുന്നത് സുന്ന ഫോളോ ചെയ്യുന്ന ആളുകളാണ് സുന്നികൾ. അയ്യ ഏതാ ഉദാഹരണല്ലേ? നിങ്ങൾ ഒരു കുപ്പിയല്ലേ കണ്ടുള്ളൂ, എൻ്റെ അടുത്ത് 8 കുപ്പിയുണ്ട്. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളെ ഹബീബിങ്ങളെ. ഇതാണ് ഞാൻ പറഞ്ഞ 8 കുപ്പികൾ. ഈ 8 കുപ്പിന്റെ ഓരോന്നിന്റെ മേലിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ 8 കുപ്പികളും കാലിയാണ്. ഈ കുപ്പികളെ പോലെ തന്നെയാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന മുജാഹിദ് മതക്കാരുടെ സംഘടനകൾ. ഞങ്ങൾ വലിയ ദീനുള്ളവരാണ്, ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ ഖുർആനും സുന്നയും ഫോളോ ചെയ്യുന്ന ആളുകളാണ് എന്നൊക്കെ ഇവർ പറയും ആളുകളെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, ഇവരുടെ ഉള്ളിൽ പൊള്ളയാണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് 8 കുപ്പികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ ഒന്നാമത്തെ കുപ്പിയാണ് മടവൂർ ഗ്രൂപ്പ്. കുപ്പി നമ്പർ 1 മടവൂർ ഗ്രൂപ്പ്. സിഹറിൽ വിശ്വസിച്ചാൽ ഷിർക്ക്. അതുകൊണ്ട് സുന്നികളെ പോലെ KNM, വിസ്ഡം തുടങ്ങി ബാക്കി 7 മുജാഹിദ് ഗ്രൂപ്പുകളും മുശ്രിക്കുകളാണ്, അതായത് ബിംബാരധകരാണ് ഈ മടവൂർ ഗ്രൂപ്പിന്. രണ്ടാമത്തെ കുപ്പിന്റെ പേരാണ് KNM, അതായത് ഔദ്യോഗിക KNM, AR സലഫി എന്നും ഇവരറിയപ്പെടും. സിഹർ ശിർക്കല്ല, അതിൽ മടവൂർ ഗ്രൂപ്പിന് തൗഹീദ് തിരിഞ്ഞില്ല, ജിന്നിനോടുള്ള പ്രാർത്ഥന ശിർക്കല്ല എന്ന് പറയുന്ന വിസ്ഡം മുജാഹിദുകൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരെന്നാണ് ഈ കുപ്പിക്കാരുടെ വാദം. മൂന്നാമത്തെ കുപ്പി നമ്മളെ ബാലുക്കാക്കാന്റെ ടീമാണ്, അതായത് വിസ്ഡം കുപ്പി. ജിന്നിനോടുള്ള തേട്ടവും സിഹറും ശിർക്കല്ല, എന്നാൽ മഹാന്മാരോടുള്ളത് ശിർക്കുമാണ്. സിഹർ വിശ്വസിക്കൽ ശിർക്കാണെന്ന് പറയുന്ന മടവൂരികൾ ഈ കുപ്പിക്കാർക്ക് മുശ്രിക്കാണ്. ഇനി നാലാമത്തെ കുപ്പിയാണ് ജിന്ന് ഗ്രൂപ്പ്, അതായത് സഖറിയ സലാഹിന്റെ ഗ്രൂപ്പ്. ഈ കുപ്പി ആദ്യം വിസ്ഡം കുപ്പിന്റെ ഒപ്പായിരുന്നു, ഇപ്പോൾ സ്വന്തം ഗ്രൂപ്പായി. പരിധിയിലുള്ള ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല, പരിധിക്കപ്പുറം ശിർക്കാണെന്നാണ് ഇവരുടെ വാദം. ഇനി കുപ്പി നമ്പർ 5 ആണ് രണ്ടാമത്തെ ജിന്ന് ഗ്രൂപ്പ്, അതായത് നമ്മളെ ജബ്ബാർ മൗലവിന്റെ ഗ്രൂപ്പ്. മൂന്നാമത്തെ ജിന്ന് ഗ്രൂപ്പാണ് കുപ്പി നമ്പർ 6, അതായത് ഹാലിറായ ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ മുശ്രിക്കാണെന്ന് പറയാൻ പാടുള്ളതല്ല എന്നാണ് ഇവരുടെ വാദം. ഇനി കുപ്പി നമ്പർ 7, അതായത് മഞ്ചേരി ഗ്രൂപ്പ്, ISM, ഇരുവേറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ ഈ കുപ്പിക്ക് പേരുണ്ട്. സിഹിർ വിശ്വാസം ശിർക്ക്, ബുഹാരി ഇമാമിന് ശിർക്ക് തിരിഞ്ഞിട്ടില്ല എന്നാണ് ഈ കുപ്പിക്കാർ പറയുന്നത്. ഇനി കുപ്പി നമ്പർ 8 ഉണ്ട്, ചേകന്നൂർ മുജാഹിദ് ഗ്രൂപ്പ്, അതായത് നമ്മളെ ചേകന്നൂർ മൗലവിന്റെ ജാമിദ് ടീച്ചറിനൊക്കെ ഗ്രൂപ്പ്. ഇവർ കുറച്ചുകൂടി പുരോഗമിച്ച അല്ലെങ്കിൽ മുജാഹിദ് ഗ്രൂപ്പിലെ ഒരു ഭയാനകമായ വേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തഹിയാ തോതിൽ ശിർക്കാണ്. കാരണം മരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നുണ്ട്. ഹജറുൽ അസ്വദ് കല്ല് ഹിന്ദുക്കളുടെ കല്ല് പോലെ കല്ല് ആരാധനയാണ് എന്നൊക്കെയാണ് ഈ കുപ്പിക്കാരുടെ 8ാമത്തെ കുപ്പിക്കാരുടെ വാദം. ഇനി ഈ 8ലൊന്നും പെടാത്ത 9ാമത്തെ കുപ്പി കൂടി കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യപ്പെട്ട് വരുന്നുണ്ട്. അതിന്റെ പേരാണ് ഇൻസ്റ്റാ മുഫ്തി കുപ്പി. ഇവർ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടെ ക്ലച്ച് പിടിക്കുന്നില്ല. മുജാഹിദ് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനെ ഉസ്താദാക്കി, ചാറ്റ് ജിപിടിനെ മൗലാനിയാക്കി അതിൽ ഫത്വ കൊടുക്കലാണ് ഈ ഇൻസ്റ്റാ മുഫ്തിമാരുടെ പണി. അതിൽപ്പെട്ട ഒരാളാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച അമൻ അബ്ദുറഹിമാൻ എന്ന ന്യൂജൻ മുഫ്തി. നേരത്തെ സൂചിപ്പിച്ച 8 കുപ്പിക്കാർക്ക് പോലും ഇല്ലാത്ത വാദങ്ങളാണ് ഈ ന്യൂജൻ ഇൻസ്റ്റാ മുഫ്തിമാർക്ക്. ഈ കുപ്പിക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാണാൻ നല്ല ചൊറുക്കുള്ള കുപ്പിയായിരിക്കും. ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ദീനും അള്ളാഹി റസൂലിനെയും സലാത്തൊക്കെ പറയും, ഇവര് ഫാമിലി ലൈഫും കുടുംബം ബന്ധമൊക്കെ പറയും. പക്ഷേ ഇവരുടെ ഉള്ളിൽ മഹാപോക്കായിരിക്കും. നേരത്തെ സൂചിപ്പിച്ച